അൻവറിനെ കൂടെ ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഈ 13,000 വോട്ട് കൂടെ ചേർത്ത് 25,000-ന് മേലിൽ ഭൂരിപക്ഷത്തിൽ സ്വന്തം തറവാട്ടിൽ ആമ്പിള്ളാരുള്ളപ്പം അയലോക്കത്തെ വീട്ടിൽ നിന്ന് വിളിച്ചു വരുത്തി ഒരുത്തിയെ കെട്ടിച്ചു കൊടുക്കേണ്ട കാര്യമൊന്നും കോൺഗ്രസിന് ഇല്ല. അത് അവരോട് കാണിച്ചതാണ്. എടാ, നിലമ്പൂര് ആര്യാടൻ മുഹമ്മദിന്റെ മണ്ണാണ്. 30-35 വർഷക്കാലം അവിടുത്തെ ജനകീയ MLA ആയിരുന്ന, മലബാറിന്റെ മതേതര മുഖമായിരുന്ന ആര്യാടൻ മുഹമ്മദിന്റെ മരണശേഷം ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി അവിടെ മത്സരിക്കുമ്പോൾ ആര്യാടൻ ഷൗക്കത്ത് പരാജയപ്പെട്ട മണ്ണ. ആ പരാജയത്തിന്, സത്യത്തിന് അധികകാലം മറഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന തെളിവാണ് ഇന്ന് നമുക്ക് VS-യുടെ പേരൊക്കെ പരിഗണിച്ചപ്പോൾ നമ്മളും പറഞ്ഞാണ് VS നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷെ അതല്ല, ആര്യാടൻ മുഹമ്മദിന്റെ മണ്ണിൽ ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരൻ. ചിന്തിക്കേണ്ടത് ആര്യാടൻ മുഹമ്മദിന്റെ മകനായതുകൊണ്ട് മാത്രമല്ല ആര്യാടൻ ഷൗക്കത്തിനെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇല്ലേ, R ബാലകൃഷ്ണനുള്ള കൊണ്ടുവന്ന മകനെ കൊണ്ടുവന്ന് സിനിമയിൽ നിന്ന് പിടിച്ചുകൊണ്ടൊന്ന് മത്സരിപ്പിച്ച പോലൊന്നുമല്ല. ആര്യാടൻ ഷൗക്കത്ത് ചെറുപ്പകാലം മുതൽ KSUവിന്റെ കൊടി പിടിച്ച് വളർന്നു വന്ന കോൺഗ്രസിന്റെ നേതാവാ. കർമ്മപദങ്ങളിൽ ഇരുന്നു കൊണ്ട് നിലമ്പൂർ ഗ്രാമപഞ്ചായത്തിനെയും പിന്നീട് നിലമ്പൂർ നഗരസഭയായപ്പോൾ അതിൻ്റെയും ഒക്കെ അധ്യക്ഷ സ്ഥാനത്തിരുന്നു കൊണ്ട് ആര്യാടൻ മുഹമ്മദിനേക്കാൾ വലിയ മതേതര മുഖമാണ് തൻ്റെ രാഷ്ട്രീയമെന്ന് സ്വന്തം സിനിമകളിലൂടെ, രചനകളിലൂടെ കാണിച്ചുകൊണ്ട് ജനാധിപത്യത്തെ മുറുക്കെ പിടിച്ചുകൊണ്ട് ജനങ്ങൾക്കൊപ്പം നിന്ന നേതാവാണ് ആര്യാടൻ ഷൗക്കത്ത്.